സ്പെഷ്യൽ പെർഫോമൻസ്. വരാൻ പോകുന്ന ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. വാദ്യോപകരണങ്ങൾ കൊണ്ട് സംഗീത സാഗരം തീർക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വം രഘുത്തമൻ. ഒരു കലാകുടുംബത്തിൽ നിന്നും സംഗീത ലോകത്തെത്തിയ രഘുത്തമൻ വീണ, മൃദംഗം, ചെണ്ട, തായമ്പക, തബല തുടങ്ങിയ ഒട്ടുമിക്ക സംഗീതോപകരണങ്ങൾ വായിക്കുന്നതിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. നിരവധി ചലച്ചിത്രങ്ങൾക്ക് പിന്നിൽ തന്റെ സംഗീത സാന്നിധ്യമറിയിച്ച ഇദ്ദേഹം ഒട്ടനവധി ഗായകർക്കൊപ്പം വേദികൾ പങ്കിടുകയും പ്രശസ്തരായ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തു. വിൻ ഫ്ലൂയിഡ് എന്ന യൂട്യൂബിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ആൽബത്തിന്റെ ചുക്കാൻ പിടിച്ചതും ഈ സംഗീത താരമാണ്. നിരവധി വിദേശ പരിപാടികളിലും ചലച്ചിത്രങ്ങളിലും സംഗീത പങ്കാളിയായി യാത്ര തുടരുന്ന രഘുത്തമനെ ചിരിയുടെ ഈ സുവർണവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ആദ്യത്തെ ആ ഒരു ഫുൾ സെഷൻ മോഹൻലാൽ ഫാൻസിന് വേണ്ടി ആയിരുന്നില്ലേ? അതിനൊരു കൈ കൊടുത്തേ. അത് കഴിഞ്ഞ് ഏതൊക്കെ റൂട്ടിൽ പോയി? മമ്മൂക്ക ഫാൻസിന് വേണ്ടി ഉണ്ടായിരുന്നു, കഥ പറയുമ്പോൾ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് AR റഹ്മാൻ ഉണ്ടായിരുന്നു, എല്ലാം കൂടി. ഇത് ഇപ്പോ ഇവിടെ വായിച്ചതിന് ഇനി അടുത്ത വേറൊരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് എല്ലാത്തും പറഞ്ഞോട്ടെ. ഇദ്ദേഹത്തിന്റെ വിൽ പവറിനും കൂടി ഒരു ഉഗ്രം കൈയ്യടി കൊടുക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഇദ്ദേഹം തിരിച്ചു വരില്ല എന്ന് കരുതിയിരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. കാരണം ബ്ലഡ് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച വ്യക്തിയാണ് ഇരിക്കുന്നത്. അതിൽ തന്നെ ഉണ്ടല്ലോ ഉത്തമനായ ഒരാള്. യഥാർത്ഥത്തില് ഒരു സൈന്യാധിപന് ശക്തി നൽകുന്നത് പടയാളികളാണ്. ഈ ബാക്കിൽ നിൽക്കുന്ന പടയാളികളാണ് ഈ സൈന്യാധിപന്റെ ശക്തി എന്ന് പറയുന്നത്. പിന്നെ ഒരു കടൽ തീരത്ത് പോയിരിക്കുമ്പോൾ എത്ര കാഴ്ചകൾ കണ്ടാലും എത്ര ദിവസങ്ങൾ ഇരുന്നാലും തീരാത്ത കാഴ്ചകളാണ്. അതുകൊണ്ട് കാഴ്ചകൾ കണ്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരുപാട് കാണാനുണ്ട്. അത്രയും മനോഹരമായ കാഴ്ചകളായിരുന്നു. ഈ ആനയും കടലിനെയും കണ്ടാൽ മതിയാവില്ല എന്ന് പറയുന്നത് പോലെയാണ് രഘുവിനെയും ടീമിനെയും കണ്ടാൽ മതിയാവില്ല എന്ന് പറയുന്നത്. എന്തായാലും വളരെ മനോഹരമായിരുന്നു. ഒരു സംഗീതത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ തന്നെയായിരുന്നു നമ്മളിതിൽ അലിഞ്ഞു ചേർന്ന് പോയത്. അതിന് രഘു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഹെവി ലൈസൻസ് ഉള്ളതാ. ഇൻസ്ട്രുമെന്റ്സിൻ്റെ ഉള്ള സാധാരണ സൈക്കിൾ തൊട്ട് ഫ്ലൈറ്റ് വരെ പറപ്പിക്കാനുള്ള ഹെവി ലൈസൻസ് ഉള്ള ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്തതിന് ഞങ്ങളുടെ കൂടെ എപ്പോഴും പെർഫോം ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അയൽവാസിയാണ്, ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്, അല്ലേ? സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചതിലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചതിലും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി വിൻഫ്ലൂയിഡ് എന്ന് പറയുന്ന ഈ ബാൻഡിന് ഉദ്ഘാടനം ചെയ്തത് ആരാന്നറിയോ? ഗിന്നസ് നേടിയ വ്യക്തിയാണ് ഗിന്നസ് പക്രുചേട്ടൻ. പക്രുചേട്ടൻ പറയുന്നതിന് മുമ്പ് വേറെ രണ്ടുപേരെയും കൂടി നമുക്ക് വിളിക്കാനല്ലേ? 3 പേര്. ആരാണത്? 3 പേര് വിൻഫ്ലൂയിഡ് അതിൻ്റെ ക്രിയേഷൻ തന്നെ. അത് വിൻഫ്ലൂയിഡ് എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വന്നത് നമ്മുടെ ഓർക്കിഡ് മീഡിയയുടെ അംഗങ്ങളായിട്ടുള്ള 3 പേര് പുറത്തിരിപ്പുണ്ട്. ആരൊക്കെയാണ്? പേര് പറയൂ. ഒന്ന് സുബിൻ പുതുമന, മനു, പിന്നെ ശൈലേന്ദ്രൻ. ഒരു 3 പേരൊന്ന് വരൂ. പക്രുചേട്ടാ, വിൻഫ്ലൂയിഡ്, രഘുത്തമൻ. ആദ്യം തന്നെ ഒരു ഗംഭീര പ്രകടനത്തിന് ഒരു ഗംഭീര കയ്യടി. ഇനി പറഞ്ഞതുപോലെ ഞങ്ങളുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്താണ്. രഘുവിനോടൊപ്പം നിൽക്കുന്ന എല്ലാവരും, ഈ നിരന്ന് നിൽക്കുന്ന എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അതുപോലെ മധുവിനെ കുറച്ച് നാൾ കണ്ടിട്ടില്ല, പക്ഷേ ഈ അടുത്ത് ഇന്നിപ്പോൾ ഇങ്ങനെ വേദിയിൽ കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. കാരണം മധുവിനെ പറ്റി ഒന്ന് സൂചിപ്പിക്കണമല്ലോ. വളരെ തിരക്കുള്ള, മിക്കവാറും എനിക്ക് തോന്നുന്ന മിക്ക ആളുകളുടെയും സിനിമയുടെ BGM അത് ഉണ്ടാക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. അത് ഏത് മ്യൂസിക് ഡയറക്ടറുടെ കൂടെയാണ് ഇപ്പോഴും ചോദിക്കുന്നത്, മിക്കവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ട്. ഇനി രഘുവിലേക്ക് വരാം. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു കലാകാരനാണ്. 1-2 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. അതിനെയൊക്കെ എന്താ പറയുന്നത്, അതേപ്പറ്റി പറയാനൊന്നും നമ്മൾ ആളല്ല. പക്ഷേ ഇവിടം തൊട്ട് തുടങ്ങി അവിടെ എല്ലാം പിറക്കിയെടുത്ത് ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ ഈ എന്താ പറയുന്നത്, രഘുത്തമൻ എന്ന് പറയുന്ന ആളെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഭീമൻ രഘുവിനോട് ഉപമിക്കാൻ ഒരു ഭീമൻ തന്നെയാണ് ഈ കാര്യത്തിൽ. അപ്പോൾ അസാധ്യമായ പ്രകടനമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ രഘുവിനും ടീമിനും ഈ വിൻഫ്ലൂയിഡ് എന്ന് പറയുന്ന ഈ ബാൻഡിന് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. നന്നായിട്ട് പറക്കട്ടെ എല്ലാവർക്കും. ഓൾ ദി ബെസ്റ്റ്. വിജയനിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ട്രഡീഷണൽ മെത്തേഡ്സ് ആയിരുന്നു കംപ്ലീറ്റ് നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്? ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ കീമോതെറാപ്പി തന്നെയായിരുന്നു അല്ലേ? അതിൽ നിന്ന് തിരിച്ചു വരുന്നുള്ളത് ആ ഒരു വിൽ പവർ ഇത് എങ്ങനെയാണ് കിട്ടിയതെന്ന് പറയും? വിൽ പവർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരാ. അത് സത്യമല്ലേ? കൂടെയുള്ള ആൾക്കാരാണ് ആ വിൽ പവർ കൊടുക്കുന്നത്. സംഗീതം ഉള്ളിൽ നിന്ന് ആ കൊടുക്കുന്ന സ്ട്രെങ്ത് ഈ നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സും കൂടി ചേർന്ന് ഉള്ളത് കൊണ്ടാണല്ലേ ശരിക്കും അത് സാധ്യമാവുന്നത്. പിന്നെ ഈ അസുഖമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പേടിച്ചൊന്നുമില്ല. ഒരു ആഗസ്റ്റ് 1-ാം തീയതി എന്നോട് അഡ്മിറ്റ് ആവാൻ പറയുന്നു. 1.5 മാസം പനിയായിട്ട് തുടങ്ങുന്നു. പക്ഷേ എനിക്ക് ആഗസ്റ്റ് 4-ാം തീയതി വേണിച്ചേട്ടൻ്റെ പ്രോഗ്രാമിന് സിംഗപ്പൂർ പോകണമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അഡ്മിറ്റ് ആവില്ല, 4-ാം തീയതി പ്രോഗ്രാമിന് പോയിട്ട് സിംഗപ്പൂരിൽ നിന്ന് 7-ാം തീയതി തിരിച്ചു വരും, 8-ാം തീയതി അഡ്മിറ്റ് ആയിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ ആ മ്യൂസിക്കിൻ്റെ ഒരു ഗുണമായിട്ട് ഞാൻ കാണുന്നു. ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഈ അസുഖം ഉള്ളവരാരും ഒട്ടും പേടിക്കണ്ട. അടിച്ചു പൊളിച്ച് തകർത്തട്ടാ. താങ്ക് യു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പാട്ട് പാടിച്ച് മഴ പെയ്യിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ. എനിക്ക് തോന്നുന്നു പുല്ലാങ്കുഴൽ ഊതി ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യിച്ച ഒരു പ്രതീതിയായിരുന്നു ഇവിടെ. കാരണം ആ പുല്ലാങ്കുഴൽ ഊതിയപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ മഞ്ഞ് ഇങ്ങനെ
പെയ്തിറങ്ങണ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കറക്റ്റ് മനസ്സിൽ അതുപോലെ തോന്നിയിരുന്നു. പിന്നെ എന്തായാലും എല്ലാവരും അടിപൊളിയായിരുന്നു. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞിട്ട് തന്നെ വീട്ടുകാരും കൂട്ടുകാരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് ഒരു പോസിറ്റീവ് എനർജി തന്നത്. എന്തായാലും ഇനി അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ പഴയ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയിലെ പാട്ടുകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ എല്ലാ സിനിമകളും എനിക്ക് തോന്നുന്നത് ആദ്യമായി കണ്ടൊരു ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സിനിമകളൊക്കെ 1, 2, 3 പ്രാവശ്യം കണ്ടവരാണ് ഇവരെല്ലാവരും അല്ലേ, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കിലുക്കു ആയാലും യോദ്ധയിലും എല്ലാം. പക്ഷെ ആദ്യം കാണുമ്പോൾ നമുക്കൊരു മൂഡുണ്ടാവും. അത് 10 പ്രാവശ്യം 10ാമത്തെ പ്രാവശ്യം കാണുമ്പോൾ ചിലപ്പോൾ കിട്ടുമെന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ആദ്യം കണ്ട ആ മൂഡുണ്ടായിരുന്നു. അത്രക്ക് പവർഫുള്ളായിട്ട് പുല്ലാങ്കുഴി വായിച്ചിട്ടാണ്. എന്തായാലും നമുക്ക് ഈ അസുഖമൊക്കെ പിടിപെട്ടു. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലൊന്നും ഈ അസുഖമൊന്നും വലിയൊരു അസുഖമായിട്ട് കാണണ്ട. പിന്നെ രഘു ഉത്തമനെ പോലത്തുള്ള ഒരാൾ, കാരണം അത്രയും വിൽ പവറുള്ള ഒരാൾ, എനിക്ക് തോന്നുന്നു ഇനി ഒന്നും സംഭവിക്കില്ല. ഓക്കെ, അടിച്ചു പൊളിച്ചോ കേട്ടോ. ഓക്കെ, വളരെ നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷർട്ട് സ്റ്റാറിന് സമ്മാനം. കോമഡി ഉത്സവം ചരിത്രത്തിലേക്ക്. ലോക ഗിന്നസ് പുസ്തകത്താളിൽ ഇടം നേടാൻ ഉത്രാട ദിനത്തിൽ 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കോമഡി ഉത്സവ മഹോത്സവം തത്സമയം.